അപൂർവ മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലമെന്ന് നിസ്സംശയം ഞാൻ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. അത് ഞാൻ പറഞ്ഞതല്ല. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശ്രീ കെ.സി. വേണുഗോപാൽ വിജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് ഞാനല്ല. അത് ബഹുമാനനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ ശ്രീ പിണറായി വിജയനാണ്. ശ്രീ കെ.സി. വേണുഗോപാൽ അടക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് 13ാമത്തെ മിനിറ്റിൽ ശ്രീ പിണറായി വിജയൻ നടത്തിയ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിനകത്ത് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ മത്സരിക്കുന്നത് രാജസ്ഥാനിൽ BJP-യെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആലപ്പുഴ കെ.സി. വേണുഗോപാൽ ജയിച്ചു. ഇപ്പം അദ്ദേഹം പറയുന്നത് രാജസ്ഥാനിൽ ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ പിണറായി വിജയന് സംശയമുള്ളൂ. അപ്പോൾ ആദ്യ ഭാഗം അദ്ദേഹം അംഗീകരിച്ചല്ലോ. ഇവിടുത്തെ നമ്മുടെ CPM സ്ഥാനാർത്ഥിയുടെ നേതാവ് പോളിറ്റ് ബ്യൂറോ മെമ്പർ തന്നെ പറഞ്ഞു കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിച്ചു. ഇനി രാജ്യസഭയുടെ കാര്യം പറയുമ്പോൾ പ്രിയമുള്ളവരെ അത് മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചേക്കാം. തങ്ങളടക്കമുള്ള ആളുകളെത്തി. ഈ തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്? ഈ തെരഞ്ഞെടുപ്പ് ഈ രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കുന്ന, ഈ രാജ്യത്തെ ഭരണഘടനയെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങളെ ഓരോ ദിവസവും ധ്വംസിച്ചുകൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടല്ലേ? എനിക്ക് ആലങ്കാരികമായി പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, നരേന്ദ്രമോദിയെ ചെവിക്ക് പിടിച്ച് വെളിയിലിറക്കുക അല്ലേ? ഇതല്ലേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശം? ആ തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് അംഗങ്ങൾ വേണ്ടത്? കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ അംഗങ്ങൾ കൂടിയതുകൊണ്ട് നരേന്ദ്രമോദിയെ മാറ്റാൻ പറ്റുമോ? പറ്റില്ല. കേരള നിയമസഭയിൽ അംഗങ്ങളെ കൂട്ടിയതുകൊണ്ട് നരേന്ദ്രമോദിയെ മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ഇനി പോട്ടെ, പാർലമെൻറ്റാണ്. രാജ്യസഭയിൽ അംഗങ്ങളെ കൂട്ടിയതുകൊണ്ട് നരേന്ദ്രമോദിയെ മാറ്റാൻ പറ്റുമോ? ഇല്ല. ഈ രാജ്യത്ത് നരേന്ദ്രമോദിയെ അധികാരഭ്രഷ്ടനാക്കണമെങ്കിൽ, സംഘപരിവാറിനെ അധികാരഭ്രഷ്ടമാക്കണമെങ്കിൽ സാധിക്കുന്ന ഏക മാർഗം ഈ രാജ്യത്തെ ലോക്സഭയിൽ പരമാവധി മതേതര മുന്നണിയുടെ ആളുകൾ ജയിച്ചു വരണം. ഒന്നാമത്തെ കാര്യം. ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന തത്വം എന്താ? നമ്മുടെ രാജ്യത്തെ പാർലമെൻ്ററി കീഴ്വഴക്കം എന്താ? രാഷ്ട്രപതി ആരെയാ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുന്നത്? ഈ രാജ്യത്തെ ഏറ്റവും അധികം ലോക്സഭാ മെമ്പർമാരുള്ള പാർട്ടിയെ, ആ പാർട്ടിയുടെ നേതാവിനോട് പറയും വരൂ നമുക്ക് സർക്കാർ ഉണ്ടാക്കാമെന്ന് പറയും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ വേണ്ടത് എവിടെയാണ്? ലോക്സഭയിലാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ആകെ നഷ്ടപ്പെട്ട ഈ ആലപ്പുഴ മണ്ഡലം കൂടി തിരികെ പിടിക്കുവാൻ, ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ തന്നെ ജയിക്കുമെന്ന് നമുക്ക് ഏറ്റവും അധികം ഉറപ്പുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ് ശ്രീ കെ.സി. വേണുഗോപാലിനെ തന്നെ മത്സരിപ്പിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല മത്സരിക്കുന്നത്, ഛത്തീസ്ഗഡിൽ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ മത്സരിക്കുകയാണ്. അദ്ദേഹം MLA അല്ലേ? മത്സരിക്കേണ്ട കാര്യമുണ്ട്, മത്സരിക്കുകയാണ്. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് MLA ആണ്, വീണ്ടും മത്സരിക്കുകയാണ് പാർലമെന്റിലേക്ക്. സച്ചിൻ പൈലറ്റ് മത്സരിക്കുകയാണ്. ഈ കേരളത്തിലെ ചില കമ്മ്യൂണിസ്റ്റ് മാധ്യമങ്ങൾ BJP-യിൽ പോയി അമിത്ഷായുടെ ഷോള് വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, ഒരാഴ്ച മൊത്തം വാർത്ത കൊടുത്ത കമൽനാഥ് മത്സരിക്കുന്നു എന്ന് മാത്രമല്ല, കമൽനാഥിൻ്റെ മകൻ ചിന്ദ്വാരയിലെ സിറ്റിംഗ് MP രണ്ടുപേരും മത്സരിക്കുക കോൺഗ്രസിന് വേണ്ടിയിട്ട്. ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം കോൺഗ്രസിന് വേണ്ടിയിട്ട് മത്സരിക്കുമ്പോൾ രാജ്യത്തെ കോൺഗ്രസിൻ്റെ രണ്ടാമന് മാറി നിൽക്കാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് ഒരു ലോക്സഭാ മെമ്പറെ കൂടെ വർദ്ധിപ്പിക്കുവാൻ ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുന്നത്. ഇപ്പോൾ CPM-കാർ കിടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ? പോട്ടെ, ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറയും എന്തിനാ കെ.സി. വേണുഗോപാൽ മത്സരിക്കുന്നത്? ഇന്ത്യ മുന്നണിയുടെ നേതാവല്ലേ? ശരി, ഒരു കാര്യം ചെയ്യാം, കെ.സി. വേണുഗോപാൽ ഇതുവരെ നോമിനേഷൻ കൊടുത്തിട്ടില്ല, നമുക്ക് കുറേ കൊടുക്കണ്ട, അങ്ങ് മാറിയിക്കും. പാവപ്പെട്ട ആ ഗോവിന്ദനെയൊക്കെ ഇങ്ങനെ കരയിക്കാൻ പാടുണ്ടോ? നിങ്ങൾ മത്സരിക്കേണ്ട, മാറിയിക്കാൻ പറയും. അപ്പോഴാണ് അവിടെ ഉണ്ട് അവസാനിച്ചോ? ഇല്ല. ബിനോയ് വിശ്വം, അത് പിന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പാടില്ല. എന്നാൽ ശരി, രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ട, മാറി നിൽക്കട്ടെ. അപ്പോൾ സുനിൽകുമാർ പറയൊക്കെ മുരളീധരൻ എന്തിനാ തൃശ്ശൂർ വന്ന് മത്സരിക്കുന്നത്? അപ്പോൾ മുരളീധരനെ മാറ്റി നിർത്താം. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക, AKG സെൻറ്ററിൽ നിന്നൊരു ലിസ്റ്റ് ഇതാ, ഞങ്ങൾ മാറ്റി നിർത്തേണ്ടവരെല്ലാം മാറ്റി നിർത്താം. ആ സീറ്റിലെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വോട്ടും ചെയ്യാം, ഒരു തർക്കവും വേണ്ട, നമ്മളത് പ്രഖ്യാപിക്കാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് BJP മാറണമെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ടല്ല ഈ മത്സരം. രാജ്യത്തെ BJP അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണം. നിങ്ങൾ വോട്ട് ചെയ്യാം, നിങ്ങൾ സർക്കാർ ഉണ്ടാക്കുമോ? ഇല്ല. കാരണം ഈ രാജ്യത്ത് സർക്കാർ ഉണ്ടാക്കണമെങ്കിൽ കേവല ഭൂരിപക്ഷം എത്രയാണ്? 273. CPM ഈ രാജ്യത്ത് ആകെ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 47. ആകെ ഈ രാജ്യത്ത് 47 സീറ്റിൽ അവന്മാർ മത്സരിക്കുന്നുള്ളൂ. അവന്മാരാണ് നമ്മളോട് പറയുന്നത് ഞങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കാമെന്ന്. ഞങ്ങൾ മൊത്തം കൂടെ നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് സീറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ മത്സരിക്കണ്ടേ, എന്നിട്ടല്ലേ ജയിക്കുന്ന കാര്യം. നിങ്ങൾ ആദ്യം ഒരു 273 സീറ്റിലൊന്ന് മത്സരിച്ചിട്ട് ഞങ്ങളെ കണ്ട് ഉപദേശമൊക്കെ ഉപദേശിക്കാം. എത്ര കാലമായിട്ട് CPM-ന്റെ
അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് എത്ര കാലമായെന്നറിയാമോ? ഇത്രയും ഗതികെട്ടൊരു പാർട്ടിയുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തങ്ങൾ, അദ്ദേഹം വോട്ട് ചെയ്യുന്നത് കൈ അടയാളത്തിലാണ്, കോണി അടയാളത്തിലാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടി ചിഹ്നത്തിലാണ്, അല്ലേ? അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ചിഹ്നത്തിലാണ്. നമ്മുടെ KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ, അദ്ദേഹം വോട്ട് ചെയ്യുന്നത് കൈ അടയാളത്തിലാണ്. ശ്രീ രാഹുൽ ഗാന്ധി കൈ അടയാളത്തിൽ, സോണിയാഗാന്ധി കൈ അടയാളത്തിൽ. പക്ഷെ CPM-ന്റെ സെക്രട്ടറിമാരുടെ അവസ്ഥ എന്താ? എത്ര കാലമായെന്നറിയ ചങ്ങാതിമാർ സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട്. കാരണം സീതാറാം യെച്ചൂരി താമസിക്കുന്ന ഡൽഹിയിൽ, പ്രകാശ് കാരാട്ട് താമസിക്കുന്ന ഡൽഹിയിൽ, അതിനു മുമ്പുണ്ടായിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്ത് താമസിച്ചത് ഡൽഹിയിൽ. ഇവരുടെ എല്ലാ വോട്ട് ഡൽഹിയിൽ. എന്നാൽ ഇവരുടെ വീട് നിൽക്കുന്ന മണ്ഡലത്തിലെങ്കിലും ഒരു CPM സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് സ്വന്തം പാർട്ടിക്ക് എവിടെയെങ്കിലും പാല് സൊസൈറ്റി തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു വോട്ട് സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിക്ക് ചെയ്തിട്ട് കാലം എത്രയെന്നറിയാമോ ഈ പാർട്ടിക്കാർ? അവരാണ് നമ്മളെ ഉപദേശിക്കാൻ വരുന്നത്. ഞാൻ കൂടുതൽ ദീർഘമായിട്ടൊന്നും കടന്നു പോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി നല്ല ബോധ്യമുള്ള ആളുകളാണ്. നമ്മൾ പൊറുതി മുട്ടി, അല്ലേ? സത്യം പറഞ്ഞാൽ ജനങ്ങൾ പിണറായി വിജയൻ്റെ മോന്തയ്ക്കൊന്ന് കുത്തണമെന്ന് പറഞ്ഞിരിക്കുന്ന സമയം. അതുകൊണ്ടാണല്ലോ തങ്ങളുടെ ജില്ലയായ മലപ്പുറത്ത് പിണറായി വിജയൻ്റെ നവകേരള സദസ്സ് കേരളം മുഴുവൻ നടന്നു. ആർക്കും അടുത്തേക്ക് പോകാൻ പറ്റിയില്ല. അതിനാ ഗോവിന്ദൻ പറഞ്ഞത് പിണറായി വിജയൻ അടുത്തേക്ക് പോകാൻ കഴിയില്ല. എന്താ കാര്യം? സൂര്യനാണ്, ഉദിച്ചുയരുന്ന സൂര്യനാണ് പിണറായി വിജയൻ, അടുത്തേക്ക് പോയ ചാമ്പലാവും എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ട് സ്വപ്ന സുരേഷ് ഇരുന്ന് ചിരിക്കുക. പിണറായി വിജയൻ്റെ അടുത്തേക്ക് ആരെങ്കിലും പോയാൽ കത്തി ചാമ്പലാവും എന്ന് പറയുമ്പോൾ. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു പിണറായി വിജയൻ ഉദിച്ചുയരുന്ന സൂര്യനാണ്. ഉടനെ DYFIയുടെ സെക്രട്ടറി പറഞ്ഞല്ല, അദ്ദേഹം കാറ്റിൽ പറക്കുന്ന കഴുകനാണ്, തീയിൽ കുരുത്ത കുതിരയാണ്. എനിക്ക് CPM-കാരോട് ആകെയുള്ളൊരു ബഹുമാനം എന്ന് പറയുന്നത്, അവർ ഈ പിണറായി വിജയനെ പുകഴ്ത്തുമ്പോൾ സൂര്യൻ എന്ന് പറയും, കഴുകൻ എന്ന് പറയും, കഴുതയെന്ന് പറയും, കുതിരയെന്ന് പറയും, കാട്ടുമാക്കാൻ എന്ന് പറയും, എല്ലാം പറയും. ഒറ്റയൊരുത്തം പോലും ഇന്നത്തെ ദിവസം വരെ പിണറായി വിജയൻ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ടില്ല. പുകഴ്ത്താൻ വേണ്ടി പോലും പിണറായി വിജയൻ മനുഷ്യനാണെന്ന് ഒരാളും പറയാറില്ല, ആ പാർട്ടിക്കാർ പോലും പറയാറില്ല. ഞാൻ പറഞ്ഞു വന്നത്, പിണറായി വിജയൻ 140 മണ്ഡലത്തിലും ഇങ്ങനെ കെട്ടി എഴുന്നള്ളി നടന്നു. ഒരാൾക്ക് പോലും അടുത്തേക്ക് പോകാൻ പറ്റിയില്ല. ഏതെങ്കിലും സാധാരണക്കാർ, ഇപ്പോൾ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തി, എത്ര മനുഷ്യന്മാരെ ചേർത്ത് പിടിച്ചത്. പരാതി പറയാൻ വന്ന രോഗികളായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഉമ്മൻചാണ്ടി. ഓർക്കുന്നില്ല ഉമ്മൻചാണ്ടിയുടെ ഒരു ദൃശ്യം? ഒരു മനുഷ്യൻ ഓടി വന്ന് ഉമ്മൻചാണ്ടിക്ക് ശ്വാസം മുട്ടുന്ന രീതിയിൽ അദ്ദേഹത്തെ ഉമ്മ വെച്ചു. ഒരു പരാതിയും പറഞ്ഞില്ല. ഇത് പിണറായി വിജയനെ ആകെ തൊടാൻ പറ്റിയത് തങ്ങളുടെ നാട്ടുകാരൻ, നിലമ്പൂരുകാരൻ, കാരണം ഒരു പയ്യനാണ്, സ്കൂൾ കവി, NCC കേഡറ്റ്, അല്ലേ? ഓർക്കുന്നുണ്ടാവും. ഇപ്പോൾ ഓർമ്മ വന്നു. അവൻ്റെ അടുത്തേക്ക് കിട്ടിയപ്പോൾ പിണറായി വിജയൻ്റെ കണ്ണ് തീർത്തൊരു ചാമ്പലങ്ങ് ചാമ്പി. പിണറായി വിജയൻ്റെ കണ്ണിലൂടെ പൊന്നീച്ച മാറി. അപ്പോൾ ആ മുഖം ഒന്ന് കാണണം. മുഖം കണ്ടു കഴിഞ്ഞാൽ ഇരുട്ടത്ത് വല്ല പറഞ്ഞാൽ പയ്യനെ അപ്പോൾ വെട്ടിക്കൊന്നേനെ. ആ പയ്യനും വരണ്ടു പോയി. കൈ തട്ടി അബദ്ധം പറ്റിയതാണെന്ന് ആ പയ്യൻ പറഞ്ഞത്. പക്ഷേ സത്യം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. കേരളത്തിലെ സാധാരണക്കാരായ 3.5 കോടി മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് ആ പയ്യൻ കണ്ണിലൊരു പൊന്നീച്ച പറിച്ചത്. അപ്പോൾ ആ പയ്യൻ, അപ്പോൾ PR എക്സൈസുകാർ പറഞ്ഞു, അയ്യോ ഇത് വലിയ ഡാമേജ് ആയിപ്പോയി, ഒരു കൊച്ചു പയ്യൻ കണ്ണിൽ തട്ടിയപ്പോഴത്തേക്കും അപ്പോഴേ മാപ്പ് കൊടുക്കണ്ടേന്ന് ചോദിച്ചു. പിണറായി വിജയൻ പറഞ്ഞു, ഓ മാപ്പ് കൊടുക്കുന്നതാണോ എൻ്റെ ശൈലി എന്ന് ചോദിച്ചു. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ നമ്മുടെ കാലുമേ ആരെങ്കിലും ചവിട്ടിയാൽ നമ്മൾ പറയും പോട്ടെ സാരമില്ല എന്ന് പറയും, അല്ലേ? ഓർത്ത് വെച്ചിട്ട് അടുത്ത ആഴ്ച കാണുമ്പോൾ ആ പോട്ടെ സാരമില്ല എന്നാലും പറയില്ല. ഇത് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ ആ പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു പോട്ടെ സാരമില്ല. എന്നിട്ടൊരു ഗിഫ്റ്റ് കൊടുത്തു, ഒരു പേന കൊടുത്തു. നമ്മളൊക്കെ പേന കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നല്ലേ, സ്നേഹത്തോടെ. ഇത് ഇങ്ങനെ കൊടുത്തേ, കാരണം ആ പേന വെച്ചെങ്ങാനും ചാമ്പൂ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പിണറായി വിജയൻ്റെ മോന്തയ്ക്ക് ഒരു കുത്തു കൊടുക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാവരും. കാരണം എന്താ? നമ്മൾ രാവിലെ എഴുന്നേറ്റ് ലൈറ്റ് ഓണാക്കിയാൽ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു, അല്ലേ? പല്ല് തേക്കാൻ ബ്രഷും പേസ്റ്റും എടുക്കാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെയൊക്കെ ടാക്സ് വർദ്ധിപ്പിച്ചു. എന്നാൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം, ഒരു ഇഡലി കഴിക്കാം, ഇഡലിയുടെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ കഴിക്കാമെന്ന് വെച്ചാൽ ഉഴുന്നിൻ്റെ വില കൂട്ടി, അല്ലേ? സപ്ലൈകോയിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂട്ടി. നേരത്തെയൊക്കെ കടകളിൽ പോകുമ്പോൾ ഉഴുന്ന് വടയായിരുന്നു, ഇപ്പോൾ കടകളിൽ പോകുമ്പോൾ ഉഴുന്ന് വളയാണ്. കയ്യിലൊക്കെ ഇട്ടുകൊണ്ട് കിടക്കാം, പരാതി പറയാൻ പറ്റില്ല, കാരണം ഉഴുന്നിൻ്റെ വില ഇരട്ടിയാക്കി മാറ്റി. അപ്പം അവശ്യ സാധനങ്ങളുടെ വില കൂട്ടി. എന്നാൽ പട്ടിണി കിടക്കാതെ ഇച്ചിരി വെള്ളം കുടിച്ച് മരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വെള്ളക്കരം വർദ്ധിപ്പിച്ചു. ഒരു വീട് വയ്ക്കാമെന്ന് വെച്ചാൽ വീട്ടുകാരം വർദ്ധിപ്പിച്ചു. വീട് വിൽക്കാമെന്ന് വിചാരിച്ചാൽ രജിസ്ട്രേഷൻ ചാർജ് വർദ്ധിപ്പിച്ചു. നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. നാട്ടിൽ പുറത്തോട്ടിറങ്ങിയ കാട്ടുമൃഗങ്ങൾ മുഴുവൻ നാട്ടിലുണ്ട്. കാട്ടുപോത്തിറങ്ങിയ ശല്യം, കാട്ടാനിറങ്ങിയ ശല്യം, കരിമ്പുലി ഇറങ്ങിയ ശല്യം, എല്ലാം കഴിയുമ്പോൾ പിണറായി വിജയൻ്റെ വാഹന വ്യൂഹത്തിൻ്റെ ശല്യം വേറെ. അങ്ങനെ ആളുകൾ പൊറുതിമുട്ടി. എന്നാൽ കാട്ടിൽ പോയി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ ആ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും ഒളിച്ചോടി വന്ന സഹാക്കന്മാർ അവിടെ ഒളിച്ചിരിക്കുന്നു. ഒരിടത്തും രക്ഷയില്ല. അങ്ങനെ പിണറായി വിജയൻ്റെ മോന്തയ്ക്കൊരു കുത്തു കൊടുക്കാം എന്ന ആളുകൾ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിൽ, എന്നാൽ ഇത് ആർക്കാ പറ്റിയ ഒരാളെന്ന് നോക്കിയിരിക്കുമ്പോൾ ആരിഫിനെ കാണുന്നത്. ഞാനിങ്ങോട്ട് വരുമ്പോൾ, ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല, ഞാനിങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായി. ഞാൻ നോക്കിയപ്പോൾ വിജയലക്ഷ്മി സിൽസിൻ്റെ പരസ്യം ഒരു ചുവരിൽ, വിജയലക്ഷ്മി സിൽസ് ഇവിടെയുള്ള ഒരു കടയാണ്. ഞാൻ നോക്കിയപ്പോൾ പുതിയൊരു മോഡൽ, പുള്ളി ഷർട്ടൊക്കെ ഇട്ടിട്ട്. ഞാൻ വിചാരിച്ചു ഇതാരുടെ പൃഥ്വിരാജ് സുകുമാരൻ വല്ലോ.
അടുത്തേക്ക് വന്നപ്പോഴേ മനസ്സിലായി ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പടം ഒട്ടിച്ച് വെച്ചേക്കുക വിജയലക്ഷ്മി സിൽസിൻ്റെ ചുവരെഴുതിയ ഇതിനകത്ത്. കൂടുതലൊന്നും പറയുന്നില്ല. 2 MP നിങ്ങൾക്ക് ധാരണയുണ്ട്. ആലപ്പുഴക്കാർക്ക് അറിയാം 2 MP. ഞാൻ ആലപ്പുഴയിൽ ഒരു ഡോക്ടർ പറഞ്ഞ ഉദാഹരണം മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 2 MP സംഭാവന എന്താ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, KC വേണുഗോപാൽ 250 കോടി രൂപ ആലപ്പുഴ മെഡിക്കൽ കോളേജിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ ആരിഫോ? അത് ആരിഫ് ഈ ഇടയ്ക്ക് പാരസെറ്റാമോൾ വാങ്ങിക്കാൻ നേരം OP ടിക്കറ്റ് എടുത്ത് 5 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ KC വേണുഗോപാലിൻ്റെ സംഭാവന 250 കോടിയും ആരിഫിൻ്റെ സംഭാവന OP ടിക്കറ്റിന് 5 രൂപ. അപ്പോൾ താരതമ്യപ്പെടുത്തണം, വിലയിരുത്തണം, നിങ്ങൾ വോട്ട് ചെയ്യണം. പിണറായി വിജയൻ്റെ നരേന്ദ്രമോദിയുടെ മോന്തയ്ക്ക് കുത്തുകൊടുക്കാൻ തീരുമാനിച്ച ആളുകൾ ബാലറ്റ് മെഷീനിൽ പിണറായി വിജയൻ്റെയും നരേന്ദ്രമോദിയുടെയും സ്ഥാനാർത്ഥിക്ക് വോട്ട് കുത്താതിരിക്കാനുള്ള വിവേകം കാണിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ് ഈ രാജ്യത്ത് ഫാഷിസത്തിനെതിരായിട്ടുള്ള ഉറച്ച ശബ്ദമായി, ഈ രാജ്യത്ത് സംഘപരിവാറുകാരൻ വയ്ക്കുന്ന എല്ലാ ചതിയുടെയും വഞ്ചനയുടെയും വലയങ്ങളെ ഭേദിച്ചുകൊണ്ട് ഈ രാജ്യത്ത് മതേതര പ്രസ്ഥാനത്തിന് പുനരുജ്ജീവനം നൽകി മല്ലികാർജുന ഖാർഗെയുടെ, രാഹുൽ ഗാന്ധിയുടെ മതേതര പ്രസ്ഥാനത്തിന് നേർവഴി കാട്ടി നടത്തുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മലയാളക്കര സംഭാവന ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പുത്രൻ, മലയാളത്തിന്റെ അഭിമാനം, കേരളത്തിന്റെ അഹങ്കാരമായ പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ മുദ്രാവാക്യം വിളിക്കുന്ന സഹപ്രവർത്തകരുടെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ കരുനാഗപ്പള്ളിയുടെ മണ്ണിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കരുനാഗപ്പള്ളിക്കാരൻ എത്ര പതിറ്റാണ്ട് കാലമായി അറിയുന്ന മനുഷ്യൻ, ഈ നാട്ടിലെ ഏതൊരു സാധാരണക്കാരൻ്റെയും സുഖസന്തോഷങ്ങളിൽ അവനോടൊപ്പം ചേർന്ന് നിന്ന, അവൻ്റെ സുഖദുഃഖങ്ങളിൽ അവനോടൊപ്പം ചേർന്ന് നിന്ന ഈ മനുഷ്യനെ അല്ലാതെ മറ്റാരെയാണ് നമ്മൾ ജയിപ്പിക്കുക എന്ന ചോദ്യം ഓരോ സാധാരണക്കാരനും ചോദിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയം അത് നമ്മുടേതാണ്. വിജയം മതേതര പ്രസ്ഥാനത്തിൻ്റെതാണ്. ആ മതേതര പ്രസ്ഥാനത്തിന്റെ വിജയത്തിനായി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും ബഹുമാനമായ നേതാവ് ശ്രീ KC വേണുഗോപാലിന് കൈയടയാളത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF. ബഹുമാന്യരെ, നമ്മുടെ സാരഥി ബഹുമാന്യനായ ശ്രീ KC പറഞ്ഞിരിക്കുന്നത് യോഗം നീട്ടരുത്. അദ്ദേഹത്തിന് വളരെ തിരക്ക് പിടിച്ച തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണുള്ളത്. അതുകൊണ്ട് സമ്മേളന നടപടികൾ ഔപചാരികമായി ആരംഭിക്കുകയാണ്. വന്ദേ മാതരം. ബഹുമാന്യരെ, സ്വാഗതം ഔപചാരികമായി നടത്തുന്നതിനുള്ള സ്വാഗതം ആശംസിക്കുന്നതിന് UDFിൻ്റെ നിയോജകമണ്ഡലം കൺവീനർ ശ്രീ MA സലാമിനെ ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ UDF നിയോജകമണ്ഡലം ചെയർമാൻ ശ്രീ തൊടിയൂർ രാമേന്ദ്രൻ അവറുകളെ, ഈ മഹത്തായ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഈ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം അതിൻ്റെ പോരാട്ടത്തിൽ നമ്മൾക്ക് വേണ്ടി പടനയിക്കുന്ന പ്രിയങ്കരനായ ശ്രീ KC വേണുഗോപാൽ അവർകളെ, ബഹുമാന്യനായ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ അവരുടെ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളെ, സുഹൃത്തുക്കളെ, ഈ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ എനിക്ക് മുൻപ് എല്ലാ നേതാക്കളും ഇവിടെ സവിസ്തരം സൂചിപ്പിക്കുകയുണ്ടായി. ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ബഹുമാന്യനായ KC രാജൻ അവർ പറഞ്ഞതുപോലെ 1 ലക്ഷത്തിൽ പരം വോട്ടിന് നമ്മളുടെ സ്ഥാനാർത്ഥി ശ്രീ KC വേണുഗോപാൽ ജയിച്ചിരിക്കും എന്നുള്ളതിന് തർക്കമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ബഹുമാന്യരെ, ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രതീകം, ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ കാവലാൾ, നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ പാണക്കാട് കുടുംബം, ശ്രീ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, നമ്മുടെ എല്ലാം ഹൃദയത്തിൽ നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന
നമ്മുടെ സാരഥി ശ്രീ KC വേണുഗോപാലിൻ്റെ വിജയം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ആദരവോടെ ഞാൻ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബഹുമാന്യ അധ്യക്ഷൻ അവർകൾ, നമ്മുടെ സ്ഥാനാർത്ഥിയും കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവുമായ ശ്രീ KC വേണുഗോപാൽ അവരുടെ വേദിയിൽ ഉപയോഗിച്ചതായിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, കേരളത്തിലും കേരളത്തിന് പുറത്തും അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ KC വേണുഗോപാൽ അവർ. അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇവിടെ വരാനും പങ്കെടുക്കുവാനും സാധിച്ചില്ലേറെ സന്തോഷമുണ്ട്. ഞങ്ങൾ തമ്മിൽ വളരെ നേരത്തെ തന്നെയുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധമുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ശ്രീ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമ്പോൾ അവിടെ ഇലക്ഷൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനായിരുന്നു. വേണുഗോപാൽ അവതരണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന ഒരു ആളിനാളായി പ്രവർത്തിച്ചിട്ടുള്ള നേതാവ് കൂടിയാണല്ലോ. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു വ്യക്തിബന്ധം ഏതാനും വർഷങ്ങളായി ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ KC കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വലിയ സന്തോഷമായി. അതും ആലപ്പുഴയിൽ, അദ്ദേഹത്തിൻ്റെ തന്നെ തട്ടകമായ ആലപ്പുഴയിൽ തന്നെ ഈ വർഷവും ഈ പ്രാവശ്യവും മാറ്റിവെക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ നിയോഗിച്ചു. അദ്ദേഹം അത് ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴും ആണ് ഇവിടെ KC വേണുഗോപാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ, അത് തന്നെയാണ് ഇവിടുത്തെ ഒരു ജനവികാരമായി എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ അതിനേറ്റവും വലിയ സാക്ഷിയാണ്. 2 തവണ ലോക്സഭ മെമ്പറായിട്ടുണ്ട്, മന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലത്തൊക്കെ തന്നെ വളരെ ജനകീയമായ രീതിയിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ ആ ഒരു റെക്കോർഡ് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം ഇവിടെ ഉറപ്പുവരുത്തുന്നത്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ഒരു വലിയ സന്ദേശം നൽകുകയാണ്. കേരളത്തിലെ 20 സീറ്റും ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനായിട്ടുള്ള സീറ്റുകളാണ്. മുൻകാലങ്ങളിലൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണല്ലോ ഡൽഹി ആരാണ് ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കാറുള്ളത്, പ്രത്യേകിച്ച് UPയും മറ്റ് സംസ്ഥാനങ്ങളും. അപ്പോൾ ആ പതിവ് മാറാൻ പോവുകയാണ്. ഈ 2024 തെരഞ്ഞെടുപ്പിലൂടെ കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഇന്ത്യ ആരാണ് ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ പോകുന്നത്. തമിഴ്നാടും തെലുങ്കാനയും, കർണാടക ഉണ്ട്, തെലുങ്കാനയുണ്ട്, ആന്ധ്രയുണ്ട്, ഒപ്പം മഹാരാഷ്ട്രയൊക്കെ ഉണ്ട്. ഈ ഇന്ത്യനിപ്പുറത്ത് നിന്നാണ് ഇനി ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ പോകുന്നത്. അതിനൊക്കെ നമ്മളെല്ലാവരും അതിനെ ഭാഗവാക്കാകുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനം പകരുന്ന കാര്യമാണ്. രാജ്യത്ത് ബ്രിട്ടീഷുകാർ വിഭജനം നടത്തി. അവർ ഭൂമിശാസ്ത്രപരമായിട്ടാണ് രാജ്യത്തെ വിഭജിച്ചത് നമുക്കറിയാം. ഇന്ത്യയും പാകിസ്ഥാനൊക്കെ ആയിട്ട് ഭൂമിശാസ്ത്രപരമായി വിഭജിച്ചു. അപ്പോൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം പിന്തുടരുന്ന ഇപ്പോഴത്തെ സർക്കാർ BJP ആകട്ടെ ഭൂമിശാസ്ത്രപരമായിട്ടല്ല ഭിന്നിപ്പിച്ചത്, ജനങ്ങളെ ഹൃദയപരമായിട്ട് ഭിന്നിപ്പിക്കുവാനാണ്, ശാരീരികമായിട്ട് ഭിന്നിപ്പിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. മതത്തിൻ്റെ പേരിൽ ഭിന്നത, ജാതിയുടെ പേരിൽ ഭിന്നത, ഏതെല്ലാം മേഖലയിൽ ജനങ്ങളെ അകറ്റാൻ പറ്റുമോ ആ രീതിയിലാണ് ഇപ്പോൾ BJP സർക്കാർ ഇവിടെ അകൽച്ചയുടെ രാഷ്ട്രീയം, അകൽച്ചയുടെ ഒരു മനഃശാസ്ത്രം തന്നെയാണ് അവരിപ്പോൾ ഇവിടെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്.
ഇത് എത്രമാത്രം അപകടകരമായ ഒരു രീതിയിലേക്കാണ് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുന്നത്. ഒന്നാമത് നമ്മൾ ജനാധിപത്യത്തെ നിഷ്ക്രിയമാക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ലോകരാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഏറ്റവും ശക്തമായ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യം എന്നുള്ളതാണല്ലോ. അമേരിക്കൻ ജനാധിപത്യത്തെക്കാളും ലോകം വിലമതിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെയായിരുന്നു. കാരണം ഇവിടുത്തെ വ്യത്യസ്തതകളാണ്, ജാതിയും മതവും ജീവിതവും ആചാരങ്ങളും ഭക്ഷണ രീതികളും ഭാഷകളും ഒക്കെ ആയി വളരെ വ്യത്യസ്തമാണല്ലോ. അമേരിക്കയിൽ അതൊക്കെ ഏതാണ്ട് ഒന്നാണ്, ഒരേ ഭാഷ, ഒരേ സംസ്കാരം, ഒരേ ജീവിത രീതി ഒക്കെയാണ്. അപ്പോൾ അവിടത്തേക്കാളും എന്തുകൊണ്ടും ശക്തമായിട്ടുള്ള ജനാധിപത്യമാണ് ഇന്ത്യൻ ജനാധിപത്യം. ലോകമൊക്കെ അത് അംഗീകരിക്കുന്നു. പക്ഷെ ആ ജനാധിപത്യത്തെ പോലും നിഷ്ക്രിയമാക്കാനാണ് ഇപ്പോൾ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല. പാർലമെൻറ്റ് എന്നുള്ളത് എന്താണ്? നിയമനിർമ്മാണ സഭയാണ്, രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ സഭ. നിയമം നിർമ്മിക്കപ്പെടേണ്ടത് എങ്ങനെയാണ്? ആരെങ്കിലും ഒരാൾ പറഞ്ഞ് അതെല്ലാവരും അംഗീകരിക്കുക എന്നുള്ളതല്ലോ. തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ അതോ രാജ്യത്തിൻ്റെ ഭാഗധേയമാണ്. ഓരോ പ്രദേശങ്ങളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് അവരെത്തുന്നത്. ഓരോ പ്രദേശത്തെ പ്രതിനിധാനം ചെയ്യുന്നു, ഓരോ വിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു, ഓരോ പ്രത്യയശാസ്ത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഇങ്ങനെ ഈ വ്യത്യസ്തതകളെ പ്രതിനിധാനം ചെയ്ത് അവിടെ എത്തുന്ന ജനപ്രതിനിധികൾ അവരഭിപ്രായം പറഞ്ഞിട്ടാണ് അവിടെ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്. അവരാണ് നിയമങ്ങൾ ചുട്ടെടുക്കേണ്ടത്. അതല്ലാതെ ഒരു പണ്ടാരി നിയമം ചുട്ടെടുത്ത് നടപ്പാക്കുക എന്നുള്ളതല്ല ഇപ്പോൾ നടക്കുന്ന. അതാണ് പാർലമെൻറ്റിൽ ഒരു പണ്ടാരി ചുട്ടെടുക്കുന്നു, അത് രാവിലെ ചുട്ടെടുക്കുന്നു, വൈകുന്നേരം അത് പാസ്സാക്കുന്നു. അതല്ലാതെ അവിടെ ചർച്ച നടക്കുന്നില്ല, അഭിപ്രായങ്ങൾ അവിടെ പരസ്പരം ഏറ്റുമുട്ടുന്നില്ല. എതിരഭിപ്രായം പറയുന്നു, പ്രതിപക്ഷത്തിന് എതിരഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടല്ലോ, പക്ഷേ അതുപോലും അനുവദിക്കുന്നില്ല. മണിപ്പൂർ പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് 145 MP-മാരെ സസ്പെൻഷനിലാക്കുന്നത്. ഈ രീതിയിൽ ജനാധിപത്യത്തെ നിഷ്ക്രിയമാക്കുന്ന, രാജ്യത്തിൻ്റെ ഭാവിയെപ്പോലും അങ്ങേയറ്റം ദോഷകരമായി ബാധിക്കുന്ന ഒരു സ്ഥിതി ഇവിടെ നിലനിൽക്കുമ്പോൾ നമുക്ക് അതിനെ തിരുത്താനുള്ള അവകാശമുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആയുധം എന്താണ്? ജനാധിപത്യത്തിൻ്റെ ആയുധം തന്നെയാണ്, നമ്മുടെ വോട്ടവകാശമാണ്. അത് വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്താനുള്ള അവസാനത്തെ അവസരമായിട്ടാണല്ലോ എല്ലാവർക്കും ഇത് വിലയിരുത്തുന്നത്. മുമ്പൊക്കെ രാഷ്ട്രീയക്കാരോ അതല്ലെങ്കിൽ വലിയ നിരീക്ഷകന്മാരൊക്കെയാണ് പറഞ്ഞിരുന്നത് ഈ രാജ്യത്ത് ഇന്നിപ്പോൾ അവസാനത്തെ തിരഞ്ഞെടുപ്പാവും, കാരണം ഇവർ ആ രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇവിടുത്തെ ഭരണകൂടം. ഇപ്പോൾ ജനങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവുകയാണ്. ഏതെല്ലാം വിധത്തിൽ ജനങ്ങളെ വൈകാരികമായി അവരെ ഭിന്നതട്ടിലാക്കാൻ പറ്റുമോ അത് ആ വഴിയിലൂടെ അധികാരത്തിൽ കയറാനുള്ള ഒന്നിപ്പോൾ രാമക്ഷേത്രമായിരുന്നു ഉപയോഗിച്ച്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ആയുധം ഇപ്പോൾ വേറെ ഒരു ഉപയോഗിക്കുന്നു, പൗരത്വം. ഇതൊക്കെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ്, വിഭജിക്കുകയാണ്. ലോകത്ത് ഒരു രാജ്യത്തും നടപ്പാക്കാത്തതാണ് മതപരമായിട്ടുള്ള ഒരു പൗരത്വം എന്നുള്ളത്. മതത്തിൻ്റെ പേരിൽ പൗരത്വം കൊടുക്കുക എന്നത് ഇപ്പോൾ സൗദി അറേബ്യ ഈയിടെ ഒരാൾക്ക് പൗരത്വം കൊടുത്തു, ഒരു റോബോട്ടിനാണ് പൗരത്വം കൊടുത്തത്. ഒരു റോബോട്ടിന് സൗദി അറേബ്യ പൗരത്വം കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് ലോകത്ത് അങ്ങനെയാണ് നടക്കുന്നത്. അവിടെ ജാതിയോ മതമോ കക്ഷിയോ ഒന്നും നോക്കുന്നില്ല, അവിടെ മനുഷ്യനാണ് വില. അത് ആ രീതിയിലാണ്, മനുഷ്യനെ അംഗീകരിച്ചുകൊണ്ടാണ് പൗരത്വത്തെ ഒക്കെ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പോൾ റോബോട്ട് മനുഷ്യനാണോ എന്ന് ചോദിക്കും, പക്ഷേ റോബോട്ട് മനുഷ്യനെ സഹായിക്കുന്ന ഒരു പ്രതിഭാസമാണല്ലോ. അതിനെപ്പോലും അംഗീകരിക്കുന്ന ഒരു ലോക ചിന്ത നടക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് അങ്ങേയറ്റത്തെ ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത രീതിയിലുള്ള നിയമങ്ങളൊക്കെ ആയിട്ട് ഗവൺമെൻറ് മുന്നോട്ട് വരുന്നത്. അപ്പം അതിനൊക്കെ തിരുത്താനുള്ള അവസരമാണ് നമുക്ക് 2024 തിരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്നത്. അതിനെ നമ്മൾ വിനിയോഗിക്കുക. ഇവിടെ നമ്മുടെ KCയെ വിജയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലും ശ്രദ്ധേയനായിട്ടുള്ളൊരു വ്യക്തിത്വമാണല്ലോ. അതുപോലെ തന്നെ മറ്റ് 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് മുതൽക്കൂട്ടാവണം. അതിനുവേണ്ടി ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരള കോൺഗ്രസും ഒക്കെ ഉൾക്കൊള്ളുന്ന ഐക്യ ജനാധിപത്യ മുന്നണി
ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം. ഞങ്ങൾ മുസ്ലിം ലീഗുകാരോട് പറയാറുള്ളത്, മീഡിയക്കാർക്കൊക്കെ സംശയമായിരുന്നു ലീഗ് എത്ര സീറ്റിലാണ് മത്സരിക്കുക, 2 സീറ്റിലോ 3 സീറ്റിലോ ഒക്കെ ആയിരുന്നു. ഞങ്ങൾ അവരോട് പറയാറുള്ളത് ലീഗ് 20 സീറ്റിലും ലീഗ് തന്നെയാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ഐക്യജനാധിപത്യത്തിൻ്റെ ആ സ്ഥാനാർത്ഥികളിൽ ഓരോ മുസ്ലിം ലീഗുകാരനും അവൻ്റെ സ്ഥാനാർത്ഥിയായി കണ്ടുകൊണ്ട് അവരുടെയൊക്കെ വിജയത്തിന് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് കേരളത്തിനും നല്ല ഭാവി വേണം, നമ്മുടെ രാജ്യത്തിനും ഒരു തിരുത്തൽ വേണം. അതിനായിരിക്കട്ടെ നമ്മുടെ ഈ വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് മാത്രമേ ഇവിടെ അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവേശ്വരൻ്റെ നാമത്തിൽ നിർവഹിക്കുന്നു. ജയ് ഹിന്ദ്. CR മഹേഷ്. പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ തൊടിയൂർ രാമേന്ദ്രൻ അവர்கள், ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ പാണക്കാട് സെയ്ദ്, സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ ഈ വേദിയിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകർ, കൃത്യം 9:30 മണിക്ക് വന്ന ആളുകളാണ്. ഇത്രയും ആളുകൾ പുറത്ത് സ്ക്രീനിലൂടെ ഈ കൺവെൻഷൻ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ രംഗത്ത് വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും മനസ്സിൽ ആഗ്രഹിച്ചു, വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു, പലരും നേരിട്ടും ഫോണിലൂടെയും പറഞ്ഞു, നമുക്ക് സ്ഥാനാർത്ഥിയായി KC വേണുഗോപാൽ വേണം, സ്ഥാനാർത്ഥിയായി KC വേണുഗോപാൽ വരണം എന്ന് പറഞ്ഞാൽ പ്രവർത്തകരും പൊതുജനങ്ങളും ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥി ശ്രീ KC വേണുഗോപാൽ നമ്മുടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ രാജ്യത്ത് RSSഉം സംഘപരിവാർ ശക്തികളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും പ്രയത്നിക്കുന്നതും ശ്രീ KC വേണുഗോപാലിനെ പരാജയപ്പെടുത്താനാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ ഓരോരുത്തരും കണ്ണിൽ എണ്ണയൊഴിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം RSS പേടിക്കുന്ന KC വേണുഗോപാലിന് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഡോക്ടർ ഗോവിന്ദൻ മാഷ് കുറിച്ചു കൊടുക്കുന്ന ഈ ചെറിയ ക്യാപ്സൂൾ ഈ രാജ്യസഭ ഇതൊന്നും പറഞ്ഞാൽ പ്രബുദ്ധരായ ഈ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികൾ വിശ്വസിക്കില്ല എന്ന് കൂട്ടിച്ചേർക്കുകയാണ്. 10 വർഷക്കാലം അദ്ദേഹം ഈ പാർലമെൻറ്റ് അംഗമായിരുന്നു. പിന്നെ നമ്മളൊരു MP യുടെ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടില്ല. പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ 10 വർഷക്കാലം കരുനാഗപ്പള്ളി ഉൾപ്പെടെ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ KC വേണുഗോപാൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളല്ലാതെ അതിൻ്റെ പുറത്തൊരു കല്ല് പോലും എടുത്തു വെക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജയിപ്പിച്ചുവിട്ട MP കഴിഞ്ഞിട്ടില്ല. സാന്നിധ്യം കൊണ്ട് പരാജയപ്പെട്ട ഒരു ജനപ്രതിനിധി, വികസനം കൊണ്ട് പരാജയപ്പെട്ട ഒരു ജനപ്രതിനിധി. ഇന്നലെ പാതിരാത്രി 12 മണിക്കും 12:30ക്കും ശ്രീ KC വേണുഗോപാൽ കടന്നു വരുന്ന വഴികളിലൊക്കെ അമ്മമാർ, കുഞ്ഞുങ്ങൾ അവരുടെ വാത്സല്യം, അവരുടെ KCയെ തിരിച്ചു കിട്ടി, ഒരു വലിയ നേതാവിനെ തിരിച്ചു കിട്ടി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വലിയ ആത്മവിശ്വാസത്തോടു കൂടി, ധൈര്യത്തോടു കൂടി സംഘടനാപരമായ ചുമതല വഹിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ളതുകൊണ്ട് സമയത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് ശ്രീ KC അനുഭവിക്കുന്നുണ്ട്, മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഈ നിമിഷം മുതൽ KC വേണുഗോപാലായി പരകായ പ്രവേശം ചെയ്ത് നമ്മളെല്ലാവരും സ്ഥാനാർത്ഥിയായി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം എന്ന് ഈ അവസരത്തിൽ വളരെ വിനയത്തോട് സൂചിപ്പിക്കുകയാണ്. നാളെ കരുനാഗപ്പള്ളി അസംബ്ലി മണ്ഡലത്തിലെ മുഴുവൻ വാർഡിലും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ബൂത്ത് കമ്മിറ്റി കൂടി മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നും ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി മുഴുവൻ വീടുകളിലും കയറി ഇവിടെ നിന്ന് ഏൽപ്പിക്കുന്ന മെറ്റീരിയൽ കൊടുത്ത് വോട്ടർ പട്ടിക പരിശോധിച്ച് നമ്മുടെ ആദ്യത്തെ ഭവന സന്ദർശനം പൂർത്തീകരിക്കണം. നാളെ കരുനാഗപ്പള്ളി ടൗണിൽ വളരെ മനോഹരമായി അലങ്കരിച്ച സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ്. 18, 19, 20 മണ്ഡലം തലങ്ങളിൽ വിശാലമായ മണ്ഡലം കൺവെൻഷനാണ്. ഇനി അങ്ങോട്ട് യുദ്ധമാണ്, ഇനി അങ്ങോട്ട് പോരാട്ടമാണ്. എല്ലാവരും കൊച്ചു കൊച്ചു പരിഭവങ്ങൾ, കൊച്ചു കൊച്ചു പിണക്കങ്ങൾ, ഇതെല്ലാം രാജ്യ താല്പര്യത്തിനു വേണ്ടി, നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള, ഇന്ത്യയുടെ ജനാധിപത്യം മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇന്ത്യയുടെ മതേതരത്വം മരിക്കാതിരിക്കാനായിട്ടുള്ള അന്തിമമായ പോരാട്ടമാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും ആ ഉത്തരവാദിത്വം വളരെ ജാഗ്രതയോടുകൂടി നിറവേറ്റണം. ഒരുപാട് പരിപാടികൾ, ശില്പശാല 2 ബ്ലോക്കിലും നമ്മൾ ഒരു ബൂത്തിൽ നിന്നും 5 പേരെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ശില്പശാല ഉൾപ്പെടെ വളരെ ശ്രദ്ധയോടുകൂടി ഇവിടെ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പോലെ പ്രാധാന്യമുള്ള, നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് സംഘടനാ ചുമതല വഹിക്കുന്ന ഒരു നേതാവാണ് ഇവിടെ മത്സരിക്കുന്നത് എന്നുള്ള ആ ജാഗ്രത വീണ്ടും അടിവരയിട്ട് പറയുന്നു. ആ ജാഗ്രത നിങ്ങൾ ഓരോരുത്തരും
കാണിക്കണം എന്ന് വളരെ വിനയത്തോടു കൂടി സൂചിപ്പിക്കുന്നു. ഒരു സന്തോഷകരമായ ചടങ്ങ്. കഴിഞ്ഞ 40 വർഷക്കാലമായി കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നാടക കലാകാരൻ, അറിയപ്പെടുന്ന ഒരു സിനിമാ താരം, അറിയപ്പെടുന്ന നിരവധിയായ മെഗാ സീരിയലുകളിലും ഷോർട്ട് ഫിലിമുകളിലും ഒക്കെ അഭിനയിച്ച് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഈ നാടിൻ്റെ അഭിമാനമായ കലാകാരൻ 40 വർഷത്തെ ഇടതുപക്ഷ CPM ബന്ധം ഉപേക്ഷിച്ച് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിൻ്റെ കയ്യിൽ നിന്നും മറ്റാരുമല്ല ശ്രീ ആദിനാടി ശശി ഇവിടെ വെച്ച് മെമ്പർഷിപ്പ് എടുക്കുകയാണ്. മറ്റൊരു സന്തോഷകരമായ കാര്യം, നേരത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കുടുംബത്തിൽ ജനിച്ച നിരവധി വർഷക്കാലം നമ്മുടെ പാർട്ടിയുടെ ഭാഗമായിട്ടിരുന്ന ശ്രീ പാവുമ്പ മനോഹരൻ, അദ്ദേഹം കേരള കോൺഗ്രസ് ബിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റിയുമാണ്. അദ്ദേഹം KS പുരം മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രഫുല്ലേന്ദ്രൻ, KS പുരം മണ്ഡലം സെക്രട്ടറി ശ്രീ വേണുഗോപാൽ, വനിതാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇന്ദുലേഖ, സുമംഗല, നിരവധിയായ ആളുകൾ ഈ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നു. ഇവരെ ഓരോരുത്തരെയും, ഇവരെ മുഴുവൻ പേരെയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നതുകൊണ്ട് ഈ കൺവെൻഷനിലും ഇന്നലെ രാത്രി വൈകിയും റോഡ് ഷോയിലും പങ്കെടുത്ത നിങ്ങൾക്ക് ഏവർക്കും നന്ദിയും കടപ്പാടും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓരോരുത്തർക്കായി മെമ്പർഷിപ്പ് ബഹുമാന്യനായ ശ്രീ KC വിതരണം ചെയ്യും. മനോഹരൻ പാവുമ്പ, പ്രഫുല്ലേന്ദ്രൻ, കൃഷികേശൻ പിള്ള, പ്രഫുല്ലേന്ദ്രൻ, കൃഷികേശൻ പിള്ള, കൃഷികേശൻ പിള്ള, ഇന്ദുലേഖ, ഒന്നുകൂടെ നമ്മുടെ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ MM നസീർ, ജില്ലയുടെ ചാർജുള്ള ശ്രീ പഴകുളം മധു, മുൻ DCC പ്രസിഡന്റ് ശ്രീമതി ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ ഉണ്ട്. സമയ ചുരുക്കം കാരണം അവരാരും പ്രസംഗിക്കുന്നില്ല. രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ ശൂരനാട് രാജശേഖരൻ, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നതാണ്. ബഹുമാനീയനായ DCC പ്രസിഡന്റ് ശ്രീ P രാജേന്ദ്ര പ്രസാദ് ഉൾപ്പെടെയുള്ള സമുന്നതരായ നേതാക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അവരാരും പ്രസംഗിക്കുന്നില്ല, സമയ ചുരുക്കം കാരണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുവാൻ നമ്മുടെയൊക്കെ ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാൽ അവരുകളെ ആദരവോടെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ വേദിയിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാം ഏറ്റവും ബഹുമാന്യനും പ്രിയങ്കരനുമായിട്ടുള്ള, കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, വേദി നിറഞ്ഞു നിൽക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭരായ നേതാക്കന്മാർ, പേര് പറഞ്ഞാൽ ആരെങ്കിലും ഒരു പേര് വിട്ടുപോയാൽ പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് പ്രഗത്ഭരായ നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കരുനാഗപ്പള്ളിയിലെ എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട UDFൻ്റെ സഹോദരന്മാരായ സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് വൈകി, നേരത്തെ മഹേഷ് പറഞ്ഞു 9:30 മണിക്ക് വന്നവരാണ്. ഇനി അധികം വൈകിക്കുന്നത് പരീക്ഷണമാണ്. നോമ്പ് കാലഘട്ടമാണ്. ഒന്നാമത് നോമ്പിൻ്റെ ആദ്യ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി പരീക്ഷീണമായ കാലമാണ്. ഇന്നലെ നമ്മുടെ റോഡ് ഷോ കഴിഞ്ഞ് ഞാനിവിടുന്ന് പോയത് രാത്രി 1 മണിക്കാണ്.
ആലപ്പുഴയിലേക്ക്. അപ്പോൾ തീർന്ന് 2, 2:30, 3 മണി അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. 3, 3:30 കിടന്നപ്പോൾ രാവിലെ ആണെങ്കിൽ നമ്മുടെ കേന്ദ്ര പാർലമെൻ്ററി കമ്മിറ്റി ഓഫീസ് തങ്ങൾ തന്നെയാണ് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ടാണ് എത്തിച്ചേരാൻ വൈകിയത്. ഇനി കായംകുളത്തും ഹരിപ്പാടും 2 കൺവെൻഷൻ നടക്കുന്നുണ്ട്. ദീർഘമായൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, രാഷ്ട്രീയം ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇനി ഈ രാജ്യത്ത് നമ്മുടെ ഭരണഘടനയും നമ്മളാക്കുന്ന ജനാധിപത്യവും ഈ നാടിൻ്റെ ബഹുസ്വരതയും ഒക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കെട്ടകാലത്തിൻ്റെ ഭരണ നേതാക്കന്മാരെ മാറ്റിയേ മതിയാകൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടവരാണ്. നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാത്തവർക്ക് ജോലിയില്ല. ചെറുപ്പക്കാരെല്ലാം തെരുവിൽ അലയുകയാണ് ഒരു ജോലിക്ക് വേണ്ടി. അവരുടെ കരച്ചിൽ കേൾക്കാത്ത ദിവസങ്ങൾ നമ്മുടെ നാട്ടിലില്ല. അതിന് മറുപടിയില്ല. അവർക്ക് 2 കോടി 1 കൊല്ലം ജോലി കൊടുക്കുമെന്ന് വാഗ്ദാനം ഉണ്ടായിരുന്നു. 10 കൊല്ലം കഴിഞ്ഞിട്ടും ഒരാൾക്ക് പോലും ജോലി കൊടുത്തു എന്ന് പറയാൻ അവർക്കാവില്ല. കൃഷിക്കാരൻ തെരുവിലാണ്. അവർ അവൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ വെടിയുണ്ടയാണ് അവന് സ്വീകരിക്കേണ്ടി വരുന്നത്. അവരെ വെടിവെച്ചു കൊള്ളുന്ന സാഹചര്യമാണ്. നമ്മുടെ സഹോദരിമാർക്ക് മാനം കാക്കാൻ നിലവിളിച്ചോടേണ്ട സ്ഥിതിവിശേഷമാണ്. സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റാത്ത കാലമാണ്. അവർക്ക് വിലക്കയറ്റം കൊണ്ട്, രൂക്ഷമായ വിലക്കയറ്റം കൊണ്ട്, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഗ്യാസിൻ്റെയും ഉൾപ്പെടെയുള്ള വിലക്കയറ്റം, സാധാരണ വിലങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷമാണ്. അതിന് മറുപടിയില്ല. ഇതിനെല്ലാത്തിനും കൂടിയുള്ള ഒറ്റമൂല്യ മറുപടിയായി നൽകുന്നത് നമ്മളിതുപോലെ പരിപാലിച്ചു പോന്ന, കാത്തു സൂക്ഷിച്ചു പോന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളിൽ ഏകത്വമായിട്ടുള്ള പരസ്പരം സ്നേഹവും ബഹുമാനവുമുള്ള നമ്മുടെ മതേതരത്വത്തിൻ്റെ കണ്ണികളെയാണ് തകർത്തെറിഞ്ഞ് പരസ്പരം പോരാടാൻ ഒപ്പിക്കുന്നത്. ജാതിയും മതവും പറഞ്ഞ് മനുഷ്യനെ തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പിച്ചാൽ ജനങ്ങൾക്ക് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ജനം ഞങ്ങളുടെ പിന്നാലെ വന്നുകൊള്ളുമെന്നുള്ള ഒരു ധാരണപ്പുറത്താണ് ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികൾ നാട് ഭരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വേദനയോടുകൂടി മാത്രമേ നോക്കി കാണാൻ കഴിയൂ. പക്ഷേ വേദനിച്ചുകൊണ്ടിരുന്നുകൊണ്ട് കാര്യമില്ല. അവസാനത്തെ തുള്ളിച്ചോര നമ്മുടെ ശരീരത്തിലുള്ളിടത്തോളം കാലം ഈ നാടിനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്ക് മുന്നോട്ട് പോയേ കഴിയൂ. അതിനാണ് ഇന്ത്യ മുന്നണിയുടെ പരിശ്രമം, പോരാട്ടം. ആ പോരാട്ടത്തിൽ നമ്മൾ ജയിക്കും. സ്വാതന്ത്ര്യ സമര കാലത്തും ഇങ്ങനെയായിരുന്നു. ബ്രിട്ടീഷുകാരൻ നമ്മളെ തല്ലി കൊന്നു, ജയിലിലടച്ചു, ഇരുളിലടച്ചു, അവരെല്ലാം കൊണ്ടുപോകുന്നു. പക്ഷേ ഇന്ത്യക്കാർ ആ പോരാട്ടത്തിൽ ഇത് 2ാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലമായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു. അത് നമ്മൾ നിൽക്കണം. അതിന് നിങ്ങൾ മുന്നോട്ട് വരണം. നമുക്കെല്ലാവർക്കും ആ കടമ നിർവഹിക്കണം. കേരളത്തിലെ കാര്യം നാം പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടുത്തെ ഒരു ഗവൺമെൻറ് അവരാ പറയുന്ന അവർ എവിടെയാ അവർ രണ്ടുപേരും തമ്മിൽ നല്ല ചങ്ങാത്തമാണ്. CPM ഉം BJP-യും. അവർക്ക് 2 പേർക്കും ഒരു രക്ഷയുള്ളൂ. UDF തോക്കണം, കോൺഗ്രസ് തോക്കണം. പരമാവധി സീറ്റുകളിൽ കോൺഗ്രസ് തോക്കണം. അത് 2 പേർക്കും തമ്മിൽ നല്ല കൂട്ടുകെട്ടാണ്, നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പ്രചരണ മിഷനറി, പ്രചരണ ആയുധങ്ങൾ എല്ലാം 2 പേരും ഒരേ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പാവപ്പെട്ട കരുനാഗപ്പള്ളിയിലൊക്കെ തന്നെ നല്ല കമ്മ്യൂണിസ്റ്റുകാരുള്ള നാടാണ്. എനിക്കറിയാം. അവർ കമ്മ്യൂണിസ്റ്റ് ആവുന്നത് നമുക്കാർക്കും ദോഷമില്ല. നമ്മൾ ആശയപരമായ വ്യത്യാസം ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അവർ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസത്തിൽ വിശ്വസിച്ച് നിൽക്കുന്നവരാണ്. അവർ നമുക്ക് ആ രീതിയിൽ ബഹുമാനിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് അഭിമാനിക്കാവുന്നൊരു ഭരണമാണോ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നെഞ്ചത്ത് കൈ വെച്ച് ഇതെൻ്റെ ഭരണമാണെന്ന് പറയാൻ കഴിയുന്നതാണോ? യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ല എന്നാണ് എനിക്ക് പലരോടും സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവർ വളരെയേറെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെയുള്ളൊരു കാലമാണ്. ധൂർത്തിൻ്റെ, അഴിമതിയുടെ, ചീഞ്ഞു നാറുന്ന കഥകളുമായി ഒരു ജീർണാവസ്ഥയിലേക്ക് കേരളത്തിലെ സർക്കാരിനെ ഈ കാലഘട്ടത്തിൽ അവർ കൊണ്ടുപോയി. 7 മാസമായിട്ട് നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് പെൻഷനില്ല, വാർദ്ധക്യകാല പെൻഷനില്ല, വിധവാ പെൻഷനില്ല, അഗതി പെൻഷനില്ല. ഇതിലിപ്പം പറയുന്നത് 1 മാസത്തെ പെൻഷൻ വേണമെങ്കിൽ എടുത്തു. ഇത് കൈക്കൂലിയാണ്. ഇലക്ഷന് വേണ്ടിയിട്ട് വോട്ട് കിട്ടാൻ വേണ്ടി 7 മാസത്തെ പെൻഷൻ തടഞ്ഞിട്ട് ഇപ്പോൾ 1 മാസത്തെ പെൻഷൻ തരികയാണെന്ന്. ഇത്രയും പരീക്ഷണം ജനങ്ങൾ കൊടുക്കുന്നതിനാണ്. നിങ്ങൾ ആലോചിക്കുക. അമ്മമാരുടെ കണ്ണീര് കൊണ്ട് ഈ കേരളം ശാപഭൂമിയാക്കി മാറ്റുകയല്ലേ ഇവർ ചെയ്യുന്നത്. സിദ്ധാർത്ഥൻ്റെ അമ്മയുടെ കരച്ചിൽ ഞാൻ നേരിട്ട് കണ്ടതാണ് സഹോദരങ്ങളെ. ആ അമ്മയുടെ കരച്ചിൽ, കേരളത്തിലെ ഓരോ അമ്മയുടെയും കരച്ചിൽ, ഒരു സിദ്ധാർത്ഥൻ മാത്രമല്ല, 3 ദിവസക്കാലം പച്ചവെള്ളം പോലും കൊടുക്കാതെ അടിച്ച് അവസാനം മരണത്തിലേക്ക് അവനെ തള്ളിവിടുമ്പോൾ എത്ര പ്രാവശ്യം സിദ്ധാർത്ഥൻ അമ്മയെ ഓർത്ത് നിലവിളിച്ചിട്ടുണ്ടാവും.
ഈ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് യോജിച്ചതായിരുന്നോ? മൂക്കിന് മുമ്പിൽ ആ അമ്മയുണ്ടായിട്ടും ആ അമ്മയെ പോയി ഒന്ന് വീട്ടിൽ കാണാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സമയമുണ്ടായിരുന്നില്ല. നൂറുകണക്കിന് ആളുകൾ സ്ത്രീകളെ അടക്കം നഗ്നരാക്കി കൊന്നൊടുക്കിയിട്ട് ആ മണിപ്പൂരിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ 10 മാസമായിട്ടും തിരിഞ്ഞു നോക്കാത്ത നരേന്ദ്രമോദിയും തൻ്റെ മൂക്കിന് മുന്നിൽ ഒരു സ്വന്തം മകൻ മരിച്ചു വീണ് നിലവിട്ട് കരയുന്ന ഒരമ്മയെ കാണാൻ പോകാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ എന്താണ് സ്വഭാവത്തിൽ വ്യത്യാസം? രണ്ടും ഒരേ സ്വഭാവമല്ലേ? ഇത് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ്. നോക്കിയാൽ രണ്ടുപേരുടെയും മുഖം വ്യത്യസ്തമാണ്. പക്ഷേ സൂക്ഷിച്ച് നോക്കിയാൽ പിണറായി വിജയനും നരേന്ദ്രമോദിയും ഒരേ മുഖത്തോടെ ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ പോരാട്ടത്തിൽ നമുക്ക് ഉത്തരവാദിത്തത്തോടെ മുന്നോട്ട് പോകണം. കരുനാഗപ്പള്ളി, ഞാൻ ആദ്യം 2009 ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളടക്കം അവർക്കൊക്കെ ഞങ്ങളിങ്ങനെ രാത്രി 11 മണിക്കും 12 മണിക്കും സംസാരിക്കുമ്പോൾ കരുനാഗപ്പള്ളി എത്ര ഭൂരിപക്ഷം കിട്ടും, എത്ര കുറവായിരിക്കും, എത്ര വലുതായിരിക്കും. എന്നോട് പലരും പറയാറുണ്ട്, കരുനാഗപ്പള്ളി കൊണ്ട് നിങ്ങൾ തോറ്റുപോകും, ബാക്കി എല്ലായിടത്തും നിങ്ങൾ ചിലപ്പോൾ ജയിക്കും, കരുനാഗപ്പള്ളിയോട് വരും. പക്ഷേ ആ ഒരു പ്രാവശ്യം തിരിച്ച് റൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അവരോട് പറഞ്ഞു, ഒരു വംശവും വേണ്ട, കരുനാഗപ്പള്ളിയിലും ഭൂരിപക്ഷം കിട്ടുന്നു. കരുനാഗപ്പള്ളി 2 തെരഞ്ഞെടുപ്പിലും എനിക്ക് ഭൂരിപക്ഷം തന്നതാണ്. ഇന്നലെ മഹേഷ് പറഞ്ഞത് 100% ശരിയാണ്. എനിക്കിന്നലെ രാത്രി എത്തിയപ്പോൾ സത്യത്തിൽ ഒരു കുറ്റബോധം തോന്നി, വികാരപരമായിട്ട്. ഓച്ചിറയിൽ തുടങ്ങി ക്ലാപ്പനയിലൂടെ പോയി ആലപ്പാട്ട് കഴിഞ്ഞ് കരുനാഗപ്പള്ളിയിലൂടെ വന്ന് നേരെ തൊടിയൂരും തഴവയും പാവുമ്പയും ഏറ്റവും ഒടുവിൽ കുലശേഖരപുരത്തും ഒക്കെ തന്നെ വന്ന് പോയപ്പോൾ 11:30 മണിക്കും 12 മണിക്കും രാത്രിയിൽ വീടിൻ്റെ 2 വശങ്ങളിലും പുറത്തിറങ്ങി നിൽക്കുന്ന കണ്ണുകൾ എന്നോട് സംസാരിച്ചത് കൃത്യമായിട്ടും 5 വർഷക്കാലം ഞാനില്ലാത്ത, എനിക്ക് പ്രതിനിധിയാകാൻ കഴിയാത്ത ആലപ്പുഴയിൽ വീണ്ടും വന്നതിലുള്ള അവരുടെ സന്തോഷത്തിൻ്റെ ചിത്രമായിരുന്നു എന്നത്. ഒരു പൊതുപ്രവർത്തനത്തിനപ്പുറം എന്ത് വേണം സുഹൃത്തുക്കളെ? അപ്പോൾ എനിക്ക് തന്നെ കുറ്റബോധം തോന്നി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാതിരുന്നത് ഞാൻ ചെയ്ത കുറ്റമല്ല, സംഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം കൊണ്ട് പാർട്ടി പറഞ്ഞിട്ടാണെങ്കിലും എല്ലാത്തിനുപരി ജനങ്ങൾ മുമ്പിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം ജനങ്ങളുമായിട്ടുള്ള ആത്മബന്ധമാണ്. ഇവിടെ ഓരോ സഹോദരനും, ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരനും നമ്മൾ തമ്മിൽ ആത്മബന്ധമാണ്, സ്നേഹബന്ധമാണ്. അത് ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സുഖങ്ങളിലും ദുഃഖങ്ങളിലും കരുനാഗപ്പള്ളിയുടെ വികസനത്തിൽ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. അന്ന് UDF ഗവൺമെൻറ് ആയിരുന്ന കാലത്ത് നമുക്ക് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ, കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം സാധാരണക്കാരൻ്റെ, പാവപ്പെട്ടവൻ്റെ ദുഃഖങ്ങളിലും എനിക്കറിയാം, ഓരോ ഘട്ടത്തിലും നമുക്ക് ഓരോ ചെറിയ ചെറിയ പ്രശ്നമായിരിക്കും. ആ ചെറിയ ചെറിയ പ്രശ്നമായാലും ആ പ്രശ്നങ്ങളിൽ ആ കുടുംബത്തിന് വലുതായിരിക്കും. അപ്പോൾ അതിലൊക്കെ ഇടപെടാനുള്ള പരമാവധി പരിശ്രമങ്ങൾ, എല്ലാം വിജയിച്ചു എന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഇനിയും ആ വികസന തുടർച്ചയ്ക്കും ജനങ്ങളോടൊപ്പം നിൽക്കാനുള്ള അവസരത്തിനും ഒരവസരം കൂടി എനിക്ക് നൽകണമെന്നാണ് ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നത്. പാർട്ടി ഇത് പറയുമ്പോൾ മഹേഷ് ഇവിടെ പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും പറയാറ്. എനിക്ക് നാളെ രാവിലെ എനിക്ക് ബോംബെയിൽ പോകണം. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര മുംബൈയിൽ സമാപിക്കുകയാണ്. അപ്പോൾ അവിടെ വലിയ ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാരെ എല്ലാം നമ്മളെ വിളിച്ചിട്ടുണ്ട്. അവിടെ വലിയ സമ്മേളനങ്ങളാണ്. ഇന്നലെ നിങ്ങളറിയാം നമ്മൾ പ്രഖ്യാപിച്ചത്, നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്, നമ്മളാരും പ്രചരിപ്പിക്കില്ല. 1 ലക്ഷം രൂപയാണ് സഹോദരിമാരെ നിങ്ങൾക്ക് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത് മാസം 1 ലക്ഷം, ഒരു വർഷം 1 ലക്ഷം രൂപ. 50% ജോലി, 30 ലക്ഷം ജോലി ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും. 30 ലക്ഷം ജോലി ഇപ്പോൾ വേക്കൻ്റാണ്. ആ 30 ലക്ഷം ഫില്ല് ചെയ്യും. അതിൽ 50% വനിതകൾക്ക് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് മാറ്റത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാലഘട്ടമാണ്. കരുനാഗപ്പള്ളിയിലെ എൻ്റെ സഹോദരി സഹോദരന്മാർ അതുകൊണ്ട് അല്പസ്വല്പമൊക്കെ തന്നെ എന്നോട് വിട്ടുവീഴ്ച ചെയ്ത് കാണിച്ചു തരണം. നിങ്ങളെല്ലാവരും, മഹേഷ് പറഞ്ഞ് നിങ്ങളെല്ലാമാണ് സ്ഥാനാർത്ഥികളെന്ന് ധരിച്ച് നിങ്ങൾ ഇറങ്ങിയാൽ മാത്രമേ അല്പസ്വല്പങ്ങളിൽ എൻ്റെ ഇടവേളകൾ നിങ്ങൾ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിനയപൂർവ്വം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അത് നിങ്ങൾക്ക് സമ്മതമാണെന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിലെ പാർലമെൻറ്റിൽ അംഗമാകാൻ, കേന്ദ്രത്തിൽ മന്ത്രിയാകാൻ, ആദ്യമായി നിയമസഭയിൽ അംഗമാകാൻ, കേരളത്തിൽ മന്ത്രിയാകാൻ, ജനങ്ങളുടെ എല്ലാത്തിലുപരിയായി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അത് പഠിക്കാനും മുന്നോട്ട് പോകാനും എനിക്ക് അവസരം നൽകിയത് ആലപ്പുഴയും ആലപ്പുഴ പാർലമെൻറ്റുമാണ് എന്നുള്ളത്
ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഓർമ്മിക്കുന്ന ഒരു പ്രവർത്തക എന്ന നിലയിൽ ഈ അവസരം കൂടി നിങ്ങൾ അതിനുവേണ്ടി തരണം. വിനയപൂർവ്വം മഹേഷ് പറഞ്ഞതുപോലെ അല്പസ്വല്പ സൗന്ദര്യപ്പടക്കമൊക്കെ നമ്മുടെ ജനാധിപത്യ പാർട്ടി കൂടുതൽ ജനാധിപത്യം ഉള്ളതുകൊണ്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് അതെല്ലാം മാറ്റിവെക്കണം. നമുക്ക് ഒറ്റക്കെട്ടായ ഒരു ലക്ഷ്യത്തിലേക്കുള്ളിൽ മാത്രം യാത്രയാണ്. അതിനുവേണ്ടി രംഗത്തിറങ്ങണമെന്ന് നിങ്ങളെല്ലാവരും അതിന് ചുമതലക്കാരായി മാറണം എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ്. സമ്മേളനം അവസാനിക്കുകയാണ്. കൃതജ്ഞത പറയുവാൻ ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ BS ബിനോയിനെ ക്ഷണിക്കുന്നു.